ബിഗ് ബോസ് ഹോട്ടലിൽ അതിഥികളായിട്ട് വന്ന രണ്ടുപേർക്കും ജിൻഡോയുടെ ഒരു പ്രത്യേക സ്നേഹം ഉള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജിൻഡോയ്ക്കും അതുപോലെയായിരുന്നു. ജിൻഡോയുടെ വിഷമങ്ങളൊക്കെ പറയാൻ ഒരാളെ കിട്ടിയ പോലായിരുന്നു. സാബു വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്, ശ്വേത വന്നപ്പോഴും കണ്ടതാണ്. ശരിയാണ്, ജിൻഡോ പലപ്പോഴും പറയും ജിൻഡോ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായിട്ട്. അത് ഇവരോടും പറയുകയുണ്ടായി. നമ്മളും കണ്ടിട്ടുള്ളതാണ്. ഗബ്രിയുമായിട്ട് ഒരു ടാസ്ക് നടക്കുന്നതിനിടയ്ക്ക് ഗബ്രി പറയുന്നുണ്ട്, എന്റെ അടുത്ത് വരല്ല, എന്റെ മുഖത്തിനടുത്തോട്ട് വരല്ല എന്നിങ്ങനെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അപ്പൊ അതൊക്കെ എന്തായാലും മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും. അപ്പൊ ഇന്നലെ രാത്രി ഒരു ഫെയർവെൽ പോലെ അവർക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞ പ്രകാരമാണ്. അപ്പം അവർ പറഞ്ഞിരുന്നു, ശ്വേതയൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആരോടെയും എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തുറന്നു പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോറ എഴുന്നേറ്റ് പറഞ്ഞു, നോറയ്ക്ക് ആരോടും പിണക്കൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു, എനിക്ക് പറയാനുണ്ടെന്നും പറഞ്ഞു. ഞാനിവിടെ വന്ന സമയത്ത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് എന്തോ എന്റെ വായിൽ നിന്ന് വന്നു പോയൊരു വാക്ക് കാരണമാണ്, അതേ പിടിച്ച നോറ ഇപ്പോഴും എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു. ജിൻഡോ പറഞ്ഞ വാക്കാണ് ഏറ്റവും ഇതായിട്ടുള്ളത് കേട്ടോ. ജിൻഡോ പറഞ്ഞത്, എനിക്കിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർ പോകുമ്പോ എത്ര ആയാലും ഇവിടെ വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഒരു സങ്കടമാണ്, സഹിക്കാൻ മേലാത്ത ഒരു രീതിയാണ്. ഇപ്പൊ ഞാനിപ്പോ ഓർക്കാണ്, ഇപ്പം 15 പേര് ഞങ്ങൾ ഉണ്ടെന്ന് വരില്ല, 15 പേര് ഇനി പോകാതിരുന്നാൽ മതിയായിരുന്നു. എത്രയായാലും പോകുന്നത് എപ്പോഴും ഒരു മനസ്സിന് വിഷമമാണ്. ലാസ്റ്റ് വരെ ഞങ്ങൾ ഇത്രയും പേര് കണ്ടാൽ മതിയായിരുന്നു, അതിൽ നിന്ന് ഒരാളെ വിന്നറായിട്ട് എടുത്താൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്ന ഒരു എല്ലാവർക്കും ഒരു സങ്കടം തോന്നി. മനസ്സിൽ തട്ടിയാണ് ജിൻഡോ പറഞ്ഞതും കേട്ടോ. എന്തായാലും അവര് രണ്ടുപേരും ഇപ്പം ഇന്നലെ പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ വീട്ടിൽ നിന്നും പോകുന്നതായിട്ടുള്ള ലൈവാണ് കാണിച്ചത്. അപ്പം ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ അനൗൺസ് ചെയ്ത ഉടനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ പോ ഞാൻ പോ, രണ്ടുപേരും കൂടെ ബഹളമായിരുന്നു. ഒരാൾ പറഞ്ഞു സാബു പോ, ഒരാൾ പറഞ്ഞു ശ്വേത പോ. പിന്നെ ലാസ്റ്റില് ഇവരൊക്കെ പോയി പിടിച്ചു മാറ്റുമായിരുന്നു കേട്ടോ. എല്ലാവരെയും വിളിച്ച് ഹഗ് ചെയ്തൊക്കെയാണ് പോയത്. പ്രത്യേകിച്ച് ജിൻഡോയെ പ്രത്യേകമായിട്ടൊന്ന് വിളിച്ചു കേട്ടോ. ശ്വേതയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമുള്ള പോലെ, എനിക്ക് നിന്നെ ഒന്ന് ഹഗ് ചെയ്യണം എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും വിളിച്ച് അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കാര്യം കണ്ടു. നീ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇവിടെ ബഹളമൊന്നും വെക്കല്ലേ, നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ജാസ്മിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നുള്ള. ജിൻഡോയോട് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. സാബു ആയാലും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇവരൊക്കെ ശരിക്കും പറഞ്ഞ നിഷ്കളങ്കരാണ് കേട്ടോ. ജിൻഡോ മനസ്സിൽ തട്ടിയുള്ള സങ്കടമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇവര് തിരികെ പോയിട്ടുമുണ്ട് ഇപ്പൊ.